ഒരു സെക്കൻഡേ വീഡിയോ തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചേക്കണേ. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി അടിച്ചാൽ നമ്മളെല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നന്ദി. എല്ലാവർക്കും സുഖസുന്ദരം വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊപ്പം ഉള്ളതാണ് ജാവ 42. അപ്പോൾ നമ്മളെ സ്ട്രെല്ലും അരുൺ സ്മോക്കിനൊക്കെ പോലെ അത്ര എക്സ്പീരിയൻസ്ഡ് റിവ്യൂവറൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ഞാൻ ജാവനെ പറ്റി നോക്കിയപ്പോൾ ഇതൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഞാൻ ജാവനെ പറ്റി നോക്കിയപ്പോൾ ആദ്യം കുറേ ആൾക്കാർ പറഞ്ഞ് പഴയ ജാവേൻ്റെ അത്രയൊന്നും ഇതില്ല, ഇത് സാധാ 4 സ്ട്രോക്ക് വണ്ടി പോലെയാണെന്ന്. അങ്ങനെയല്ല. പക്ഷേ അങ്ങനത്തെ കൂട്ടടുത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത്, പഴയ ജാവ ഒരു 2 സ്ട്രോക്ക് വണ്ടിയാണ്. 2 സ്ട്രോക്കിൻ്റെ കാര്യങ്ങൾ സമയം കഴിഞ്ഞു. അതൊരു പൊല്യൂട്ടിങ് എൻജിനാണ്. ജാവ പുതിയതായിട്ട് വരുമ്പോൾ അതേപോലെ 2 സ്ട്രോക്ക് എൻജിൻ കൊണ്ടുവരുന്നത് അതെങ്ങനെ ശരിയാവും? അത് കാലം മാറുമ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ടെക്നോളജീസും മാറും. ഇതിപ്പോൾ പുതിയ ജാവ എന്ന് പറഞ്ഞിട്ട് പഴയ പോലെ 2 സ്ട്രോക്ക് വണ്ടീനെ എങ്ങനെ കൊണ്ടുവരിക? അപ്പോൾ നമ്മൾ വണ്ടീനെ ജഡ്ജ് ചെയ്യുമ്പോൾ ഒരു സെൻസ് വേണ്ടേ. സോ ഇതിന് എൻജിൻ എന്ന് പറയുന്നത് ഒരു 293cc എൻജിനാണ്. അപ്പോൾ നമ്മൾ എൻജിനെ കാണാൻ വേറൊരു ലുക്കാണ്. സോ പഴയ ജാവനെ പോലെ തന്നെ ഒരു 2 സൈലൻസറാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. പക്ഷേ വണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഹീന്ദ്രൻ്റെ മോജോ ഇല്ലേ, അതിൻ്റെ അതേപോലത്തെ ഒരു ഫീലാണ് എൻജിന്. പിന്നെ മഹീന്ദ്ര എന്നുള്ള ജാവേനെ കൊണ്ടുവന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ഇതിന് റേഡിയേറ്ററൊക്കെ തന്നിട്ടുണ്ട്. ഈ മോഡൽ സിംഗിൾ ചാനൽ ABS ആണ്. ബാക്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ ABS എടുക്കണം. എന്നുവെച്ചാൽ ഫ്രണ്ടത്തെ പോയിക്ക് നല്ല ഷാർപ്പാണ്, ബാക്കത്തെ കുറച്ച് പവർ കുറവാണ്. അപ്പോൾ ഡ്യുവൽ ചാനൽ എടുത്താൽ ബ്രേക്കിംഗ് പവർ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് അതിന് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാടായിപ്പാറ പോയ വ്ളോഗിൽ ഈ വണ്ടി എടുത്തിട്ട് പോയത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ റോയൽ എൻഫീൽഡായിട്ട് കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും വേറെ ലീഗിലുള്ള വണ്ടികളാണ്. പണ്ടേ ജാവയും റോയൽ എൻഫീൽഡിനെയും കോൺസെപ്റ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ജെൻറ്റിൽമാൻ, ഒരു കുറച്ചും കൂടി മൂത്ത ആൾക്കാർക്ക് ഇങ്ങനെ ക്രൂയിസ് ചെയ്യാൻ പോലത്തെ വണ്ടിയാണ്. ജാവ എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിനെ പായിപ്പിക്കാനുള്ള വണ്ടിയാണ്. പണ്ടത്തെ കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയാണ് ഇപ്പോൾ. ഈ വണ്ടി എന്ന് വിചാരിച്ചാൽ നല്ലോണം പായിപ്പിക്കാൻ പറ്റും. പക്ഷേ ക്രൂയിസിങ് അത്ര പോരാ. സെക്കൻഡ് ഗിയറിലൊക്കെ മെല്ലനെ പോകുമ്പോൾ വല്ലാണ്ട് ഗിയർ നോക്കിങ് ഉണ്ട്. പക്ഷേ എൻഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഇത്ര ചെറിയ സ്പീഡിൽ നല്ല ഇതിൽ ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പഴയ കോൺസെപ്റ്റ് തന്നെ ഇപ്പോൾ നല്ലോണം വാലിഡാണെന്ന് പറയാൻ പറ്റും നമുക്ക്. എന്തായാലും ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണല്ലോ ജാവയും ബുള്ളറ്റും ഉണ്ടായത്. അതേ കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ രണ്ട് വണ്ടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. രണ്ട് ലീഗാണ്. പക്ഷേ രണ്ടിനും ആ ഒരു വിൻറ്റേജ് റോഡ് പ്രസൻസ് ഉണ്ട്. ഇനി ഈ ജാവ എടുത്തിട്ട് പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല റോഡ് പ്രസൻസ് ഉണ്ടാവും. കുറേ ആൾക്കാർ നിങ്ങളെ നോക്കൂ ഈ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ. അങ്ങനത്തെ കുറേ നല്ലൊരു ഉപകാരങ്ങളുണ്ട് ഈ വണ്ടി എടുത്താൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻജിൻ്റെ ചൂടെല്ലാം ഓക്കെയാണ്. പക്ഷേ അതേസമയം തന്നെ റേഡിയേറ്ററിൻ്റെ ഫാൻ ഇറങ്ങും. കാറിൻ്റെ ഫാനെല്ലാം തിരിയുന്ന പോലത്തെ ഒച്ചയാണ്. പക്ഷേ അത്യാവശ്യം സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമില്ല. അത് ഫാന് തിരിഞ്ഞിട്ട് എൻജിനെ തണുപ്പിച്ചാൽ തന്നാലെ ഫാൻ ഓഫാവും. വണ്ടിക്ക് നല്ല പവറാണ്, നല്ലോണം എടുത്ത് പായും. ഞാൻ അത് ആദ്യം പറഞ്ഞ പോലെ ചെറിയ സ്പീഡിലൊക്കെ സെക്കൻഡ് ഗിയറിൽ വല്ലാണ്ട് ഗിയർ നോക്കിങ് ഉണ്ട്. പക്ഷേ 5th ഗിയർ 4th ഗിയർ എല്ലാം സ്പീഡിൽ പോകാനാണെങ്കിൽ നല്ലോണം എടുത്ത് പായുന്നുണ്ട് വണ്ടി. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് വണ്ടീൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. പിന്നെ ബാക്കിലൊരാളും കൂടി ഇരുന്നാൽ നമ്മൾ ഹമ്പും കേവൊക്കെ പോകുന്നുണ്ടെങ്കിൽ വല്ലാണ്ട് വണ്ടീൻ്റെ അടി വരെയുന്നുണ്ട്. കുറേ ആൾക്കാർ റിവ്യൂലും കണ്ടിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് ഭയങ്കര കുറവാണ്. ശരിയാണ്, സീറ്റ് ഹൈറ്റ് കുറവാണ്. പക്ഷേ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടാണ്. പിന്നെ എൻ്റെ ഹൈറ്റ് 5 feet 7 inches ആണ്. പിന്നെ ഞാൻ കുറച്ച് തടിച്ചിട്ടാണ്. നമുക്ക് അങ്ങനെ ഡിസ്കംഫർട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ബാക്കിൽ സീറ്റ് തീരെ കംഫർട്ടബിൾ അല്ല. പക്ഷേ പ്രത്യേകിച്ചിട്ട് പില്ലിയണ് ബാക്കിലിരിക്കുന്നവൻ്റെ ബംസിൻ്റെ പണികളൊക്കെ ഇപ്പോൾ ഇതിന് എന്തെങ്കിലും ആഫ്റ്റർ മാർക്കറ്റായിട്ട് നല്ല സീറ്റ് നോക്കേണ്ടി വരും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിലെല്ലാം ലോക്ക് ചെയ്യുന്നതൊക്കെ ബുള്ളറ്റിനെ പോലെ തന്നെ ഇവിടെ ഒരു കീ ഇടിച്ചെന്ന് ഹാൻഡിൽ ലോക്ക് ചെയ്യൽ. പിന്നെ ഇവിടെയാണ് വണ്ടീൻ്റെ ഇഗ്നിഷൻ്റെ കീ വരുന്നത്. നമ്മളിങ്ങനെ ഇട്ടിട്ട് ഓണാക്കിയാൽ ആവും. പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. അത് നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ട് കീ തിരിച്ചാൽ പിന്നെ പറയാനുള്ളതിൻ്റെ ക്ലച്ച് കുറച്ച് ടൈറ്റാണ്. ട്രാഫിക്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ വണ്ടിക്ക് എവിടെയെല്ലാം ജാവേൻ്റെ ട്രേഡ് മാർക്കുള്ള അറിയാം. കുറേ സ്ഥലത്ത് ജാവ എന്ന് എഴുതി വെച്ചിന്. ഇവിടെ ജാവ പിന്നെ എവിടെയെല്ലാം എഴുതിയിട്ടുള്ളത് ഇതാ ഇവിടെയും ക്യാമറയിൽ കാണുന്നില്ലേ. ഇതാ ജാവ. പിന്നെ വേറെ ഇടം എഴുതിയിട്ടുണ്ടോ? എൻജിൻ്റെ വാല്യൂ ഉണ്ട്. പിന്നെ ഉള്ളത് വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ട് വേറെ ലെവലാണ് കേട്ടോ.
അത് ഞാൻ കേൾപ്പിച്ചു തരാം. സോ ഇത് ഫുള്ളിങ്ങനെ തിരിച്ച് വന്നതിൻ്റെ ശേഷം മാത്രം നമ്മൾ സ്റ്റാർട്ടാക്കാൻ പാടുള്ളൂ. പിന്നെ ക്ലച്ചിനാക്കിയാൽ മാത്രമേ സ്റ്റാർട്ടാവും കേട്ടോ. ക്ലച്ചിനാക്കി പിടിച്ചിട്ട് ജസ്റ്റ് ഓടിച്ചിട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ മാടായി പറയുന്നതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഫൈനലി ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഒന്ന് ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എൻജിൻ കാണാൻ ഭയങ്കര ലുക്കാണ്. പിന്നെ ഇതിൻ്റെ 2 സൈലൻസറായിട്ട് വരുന്നത് ഒരു വേറെ രസമാണ്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്, അപ്പോൾ പഴയ ജാവേനെ പോലെ അല്ല എന്ന് പറയുന്ന കൂട്ടർക്ക് ഞാൻ ആദ്യം പറഞ്ഞതിന് 2 സ്ട്രോക്കിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എവല്യൂഷൻ്റെ ഒപ്പം എപ്പോഴും പോകണം. അങ്ങനെ തന്നെയാണല്ലോ ബുള്ളറ്റിൻ്റെ കാര്യത്തിലും നടന്നത്. പഴയ പോലത്തെ തമ്പൊന്നുമില്ല. സോ സെയിം തന്നെ എവല്യൂഷൻ എപ്പോൾ നടക്കും. അപ്പോൾ പഴയ ഒരു ഇതൊന്നും പഴയ ഒരു എസൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ റൈഡ് ക്വാളിറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എൻജിൻ വളരെ പവർഫുള്ളാണ്, എടുത്തു പായും വണ്ടി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെല്ലനെ പോകുമ്പോൾ ഒരു ഗിയർ നോക്കിംഗ് ഉണ്ട് സെക്കൻഡ് ഗിയറിൽ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഹാൻഡിൽ ബാർ നല്ല വൈഡ് ഹാൻഡിൽ ബാറാണ്, വേറെ കംഫർട്ടബിളാണ്. റോഡ് പ്രസൻസ് ഒരു വേറെ ലെവൽ റോഡ് പ്രസൻസ് ആണ്. റോഡിലേക്ക് എടുത്തിട്ട് പോകുമ്പോൾ എല്ലാവരും നോക്കും. സീറ്റ് ഹൈറ്റ് എല്ലാവരും ചെറുതാന്ന് പറഞ്ഞു വെച്ചാൽ വലിയ കുഴപ്പമില്ല, കംഫർട്ടബിളാണ്. സീറ്റ് ഹൈറ്റിനും കാട്ടിയും കാര്യം എനിക്ക് പറയാനുള്ളത്, സീറ്റ് കുറച്ച് സോഫ്റ്റ് ആക്കിയാണ്, ഭയങ്കര ഹാർഡാണ്. പിന്നെ പില്ലിയണിന് മഹാബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിൽ അതാണ്. പിന്നെ റേഡിയേറ്റർ ഉള്ളതുകൊണ്ട് എഞ്ചിൻ്റെ ഹീറ്റിങ്ങിന് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. സോ ബ്രേക്കിങ്ങിനാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ 2 ഡിസ്ക് തിരഞ്ഞെടുക്കണം, എന്നാലേ ഡ്യുവൽ ചാനൽ ABS കിട്ടും. ഇപ്പോൾ ഈ മോഡലായിരുന്നെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ABS അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ്. ഇപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ കമ്പനി പറയുന്നത് ഒരു 27-30 ആ റേഞ്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഡീറ്റെയിൽ ആയിട്ട് വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ അരുൺ സ്മോക്കി സ്ട്രെല്ലിനൊക്കെ പോലത്തെ എക്സ്പീരിയൻസ്ഡ് റൈഡർ അല്ല. സോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. I wake up, flex, thumb down now, check, no drip this, wet. Tell 'em run it up, no sleep, no rest, might crash, might wreck, but first I strip.